ദിവസം മുഴുവൻ കസേരയിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരാളാണോ താങ്കൾ? നടുവേദന, സ്റ്റിഫ്നെസ് ഇതൊക്കെ വളരെ സാധാരണമല്ല. ഇതൊന്നും വളരെ സാധാരണമല്ല. ഇതെല്ലാം ശരീരം നൽകുന്ന ഒരു സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ്, വാണിങ്ങുകളാണ്. സിറ്റിംഗ് ജോലിയുള്ളവർ പലരും ഒരു വലിയ തെറ്റാണ് ചെയ്യുന്നത്. പെയിൻ വന്നു കഴിഞ്ഞാൽ ഇത് ഇഗ്നോർ ചെയ്യുന്നു. ആയുർവേദം പറയുന്നത് ശരീരം ഒരിക്കലും സഡൻ ആയിട്ട് തകരാറിലാവില്ല. ചെറിയ ചെറിയ സിഗ്നലൊക്കെ തന്ന് എന്നിട്ടാണ് അതൊരു വലിയ പ്രോബ്ലം ആയിട്ട് കാണുക. സിറ്റിംഗ് ജോബ് ചെയ്യുന്നവരിൽ പലർക്കും നെക്കിന്റെ സ്റ്റിഫ്നെസ്, അതുപോലെ തന്നെ ഷോൾഡർ സ്റ്റിഫ്നെസ് ആവുക, മൈൽഡ് ആയിട്ടുള്ള ബാക്ക് പെയിനുകൾ കാണിക്കുക, ലോവർ ബാക്ക് പെയിനിന്റെ ഒരു വേദന കാണിക്കുക, നടുവേദന എന്ന് പറയും, റിസ്റ്റ് ഫിംഗറിൽ ഉണ്ടാകുന്ന വേദനകൾ, മോർണിംഗ് സ്റ്റിഫ്നെസ്, ഇതെല്ലാം ഒരൊറ്റ റൂട്ട് കോസിലേക്കാണ് കാണിക്കുക. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള സിറ്റിംഗ് പോസ്ചർ, അവിടെ വാദത്തിന്റെ ഇംബാലൻസ്, മൂവ്മെന്റ് കുറയുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ സർക്കുലേഷൻസ് കുറയും, ബ്ലഡിന്റെ സർക്കുലേഷൻ സ്ലോ ആവുകയും കുറയുകയും ചെയ്യുമ്പോൾ മസിൽസ് ടൈറ്റ് ആവും, സ്റ്റിഫ് ആവും. ഓക്കെ, അങ്ങനെയാണ് നെർവ് ഇറിറ്റേഷൻ തുടങ്ങുക. ഇതാണ് ആദ്യമേ ഒരു മൈൽഡ് ആയിട്ടുള്ള ഡിസ്കംഫോർട്ട് ഒക്കെ ആയിട്ട് കാണിക്കും, പിന്നീട് ഒരു ക്രോണിക് ആയിട്ടുള്ള പെയിൻ ആയിട്ട് കാണിക്കും. 35 വയസ്സിന് താഴേക്കുള്ള ആളുകൾക്ക് ഡിസ്കിന്റെ സ്ലിപ്പ് ആവുക, സ്ലിപ്പ് ഡിസ്ക് എന്ന് പറയുന്ന ഒരവസ്ഥ, ഫ്രോസൺ ഷോൾഡർ ഉണ്ടാവുക, സയാറ്റിക്ക പോലുള്ള പ്രോബ്ലംസ് കാണാൻ തുടങ്ങുന്നത് ഇതുകൊണ്ടാണ്. ഓക്കെ, ഇനി വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെയിൻ ഉള്ളതും ഏജ് ആവുന്നതും തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട് പലരും. അങ്ങനെയല്ല, വയസ്സാവുന്നത് കൊണ്ട് വേദനയാവുന്നു എന്നല്ല അതിന്റെ അർത്ഥം. 30-40കളിൽ പെയിൻ വരുന്നത് നോർമൽ ഏജിങ്ങിന്റെ പ്രോസസ് ആയതുകൊണ്ടല്ല, അത് ലൈഫ് സ്റ്റൈലിന്റെ മാറ്റം വേണം എന്നുള്ളൊരു വാർണിംഗ് സൈൻ ആണ്. അപ്പോൾ ഇവിടെ സിറ്റിംഗ് ബ്രേക്ക് റൂൾ എന്ന് പറയുന്ന ഒരു കാര്യം ആദ്യമേ ഇംപ്ലിമെന്റ് ചെയ്യുക. അതായത് 45 മിനിറ്റ്സ് തുടർച്ചയായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 1 മിനിറ്റ് നമ്മൾ എണീറ്റ് ഒരു മൂവ്മെന്റ് കമ്പൾസറി ആക്കുക നമ്മുടെ ലൈഫിൽ. അടുത്തത് പെയിൻ മാപ്പ് നോട്ടീസ് ആക്കുക എന്നുള്ളതാണ്. പെയിൻ മാപ്പ് നോട്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് നെക്ക്, ഷോൾഡർ, ബാക്ക്, അതുപോലെ തന്നെ ലെഗ്, ഇതിന്റെ ഏത് റൂട്ടിലാണ് പെയിൻ ട്രാവൽ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. ഇത് നെർവിന്റെ ഒരു ഇൻവോൾവ്മെന്റ് സിഗ്നൽ ആണ് ശരിക്കും. ഓക്കെ, നെക്ക്, ഷോൾഡർ, ബാക്ക്, ലെഗ്, പെയിൻ, ഇങ്ങനെ പെയിൻ ട്രാവൽ ചെയ്യുന്ന ഒരു മാപ്പ് ശ്രദ്ധിക്കുക. ഇത് നെർവിന്റെ ഒരു ഇൻവോൾവ്മെന്റ് സിഗ്നൽ ആണ്. ഏതൊക്കെ നെർവാണ് ഇൻവോൾവ് ആയിരിക്കുന്നത് കണ്ടുപിടിക്കാൻ സാധിക്കും. അടുത്തതായിട്ട് നൈറ്റ് സ്റ്റിഫ്നെസ് വാർണിംഗ് എന്നുള്ളതാണ്. രാത്രി സ്റ്റിഫ്നെസ് കൂടുന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യാതിരിക്കുക. ഇറ്റ് മീൻസ് ബോഡി റിക്കവറി ഫെയിലിംഗ്. ആ രാത്രിയിൽ ബോഡി റിക്കവർ ആവുന്നത് കുറയുന്നു എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് സോഫ്റ്റ് ട്രസ്റ്റ് ആണ് ഇനി ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതായത് സോഫ്റ്റ് ട്രസ്റ്റ് ബിൽഡിംഗ് സ്റ്റേറ്റ്മെന്റ്. ഇയർലി സ്റ്റേജിൽ സിറ്റിംഗ് ജോബ് ഒക്കെ കറക്റ്റ് ചെയ്താൽ സർജറി, അതുപോലെ ലോങ് ടൈം മെഡിസിൻസിന്റെ ഒന്നും ആവശ്യം വരില്ല. ശരിയായ അസസ്മെന്റ് പ്ലസ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് തന്നെ ഈ ഒരു റിലീഫ് പോസിബിൾ ആണ്. നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഗൈഡ് യു. എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് വ്യക്തിഗതമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ഞങ്ങൾ തരാൻ സാധിക്കുന്നതാണ്. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.